നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. വിവാഹശേഷവും കാമുകിയുമായുള്ള ബന്ധം തുടർന്നു. ഒടുവിൽ തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി വാടക വീട്ടിൽ മരിച്ച സംഭവം ആസൂത്രിതമായ കൊലപാതകമെന്ന് കടുത്ത ആരോപണം. വർക്കല സ്വദേശിനി ആരതിയുടെ മരണത്തിൽ ഭർത്താവ് അതുലിനെതിരെ ക്രൂരമായ പീഡനങ്ങളുടെയും തെളിവ് നശിപ്പിക്കലിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആരതിയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ആറ്റുകാൽ ചിറമുക്കിലെ വാടക വീട്ടിലാണ് വർക്കല സ്വദേശിനി ആരതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ഭർത്താവ് ഭരതന്നൂർ സ്വദേശി അതുലിന്റെ പങ്കിനെ കുറിച്ച് കടുത്ത സംശയങ്ങളാണ് ഉയരുന്നത്. വിവാഹ സമയത്ത് നൽകിയ 50 പവനിലധികം സ്വർണം വിറ്റും പണയപ്പെടുത്തിയും ആഡംബര ജീവിതം നയിച്ചിരുന്ന അതുലിന് മുൻപ് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതായും സാമ്പത്തിക ലാഭം നോക്കി ആ പെൺകുട്ടിയെ ചതിച്ചതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ചതിയിൽ മനം നൊന്ത് ആ പെൺകുട്ടി ജീവനൊടുക്കുകയായിരുന്നു. ഈ വിവരങ്ങളെല്ലാം ഒളിച്ചു വെച്ചാണ് ഇപ്പോൾ ആരതിയെ വിവാഹം കഴിക്കുന്നത്. തനിക്ക് ഇപ്പോഴും പഴയ കാമുകിയാണ് ഇഷ്ടമെന്ന് അതുൽ പറഞ്ഞിരുന്നതായി ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവാഹശേഷവും ഇയാൾ കാമുകിയുമായുള്ള ബന്ധം തുടർന്നിരുന്നു എന്നാണ് സൂചന. മരണപ്പെടുന്നതിന് തൊട്ടുമുമ്പ് താൻ അനുഭവിച്ച ക്രൂരമായ മർദ്ദനങ്ങളെക്കുറിച്ച് ആരതി ഗൾഫിലുള്ള അച്ഛനോട് ഫോണിൽ കരഞ്ഞു പറഞ്ഞിരുന്നു. പരിക്കേറ്റ ചിത്രങ്ങൾ അമ്മയുടെ വാട്സപ്പിലേക്ക് അയക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടുകാർ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് അമ്മ അതുലിനെ ബന്ധപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് അതുൽ വീട്ടിലെത്തുന്നതും നാട്ടുകാരെ കൂട്ടി വാതിൽ പൊളിച്ചു നോക്കുമ്പോൾ ആരതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നതും. എന്നാൽ ഇതൊരു ആത്മഹത്യയല്ല, മറിച്ച് ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരണത്തിന് തൊട്ടുമുമ്പ് ആരതി ഫോണിൽ റെക്കോർഡ് ചെയ്ത ശബ്ദ സന്ദേശത്തിൽ എനിക്ക് മരിക്കാൻ ഭയമാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മരിക്കാൻ ഭയമുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യില്ലെന്നും ശാരീരികമായി ശ്വാസം മുട്ടിച്ചോ മറ്റോ അബോധാവസ്ഥയിലാക്കിയ ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്നുമാണ് സംശയം. ആരതിയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ശരീരത്തിൽ കണ്ടെത്തിയ 13 പുതിയ മുറിപ്പാടുകൾ ക്രൂരമായ മർദ്ദനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ഡയറിയിലെ ബാക്കി പേജുകൾ കീറിമാറ്റിയ നിലയിലായിരുന്നു. കൊലപാതകത്തിനു ശേഷം തെളിവ് നശിപ്പിക്കാൻ അതുൽ നടത്തിയ നീക്കമാണിതെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. ബാങ്ക് മാനേജറാണെന്ന് വ്യാജരേഖ ചമച്ച് പെൺകുട്ടിയുടെ കുടുംബത്തെ ചതിക്കുകയായിരുന്നു ഇയാൾ. യഥാർത്ഥത്തിൽ ലോൺ കുടിശ്ശിക വരുത്തുന്ന വാഹനങ്ങൾ ഗുണ്ടാസംഘങ്ങളെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്ന പണിയായിരുന്നു ഇയാൾക്ക്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അതുലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കേസിൽ വലിയ കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്ത്രീധന നിരോധന നിയമങ്ങളും ഗാർഹിക പീഡന വിരുദ്ധ നിയമങ്ങളും ശക്തമായി നിലനിൽക്കുന്ന നാട്ടിലാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി ഇത്തരത്തിൽ ഹോമിക്കപ്പെടുന്നത്. കപട സാക്ഷരത പറയുന്ന മലയാളി സമൂഹത്തിനു മുന്നിൽ ഈ മരണം വീണ്ടും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.